ഹായ് എവരിവൺ, വെൽക്കം ടു എഡ്ജ് ഡീറ്റെയിൽസ്. ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മെന്റൽ ഹെൽത്ത് ടീമിന്റെ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയാണ്. On our way for our ward Christmas party. ഞങ്ങൾ നല്ലൊരു പാർട്ടിയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ പോലെ നമ്മൾ ഹോള് ബുക്ക് ചെയ്തുള്ള പാർട്ടിയല്ല. നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്ലേയിങ്ങിന് വേണ്ടിയാണ് പോകുന്നത്, പിൻ ബൗളിങ്. അതിനുവേണ്ടി നമ്മൾ ക്യാസിനോയിലേക്ക് കിടക്കുകയാണ്. ഈ പിൻ ബൗളിങ് സത്യത്തിൽ എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് ലേൺ ചെയ്തു. വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. ആ ബോളിന് നല്ല വെയിറ്റ് ആണ് കേട്ടോ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് അവിടെ ആ കാണുന്ന ബോട്ടിലിൽ നമ്മൾ ഹിറ്റ് ചെയ്യിക്കണം. അപ്പോൾ അത് ഫുള്ള് പോവുകയാണെങ്കിൽ നമുക്ക് ആ ബോട്ടിൽ എത്രത്തോളം പോകുന്നു അതിനനുസരിച്ചുള്ള പോയിന്റ് ആണ്. ഒരു ടീമിൽ 2 പേര് വെച്ചാണ്. അപ്പോൾ അതിൽ നമുക്ക് വിന്നറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് പേരാണ് ഒരു ഗ്രൗണ്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആ കളിയിൽ ആദ്യം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ആ ബോർഡിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ നെയിമും നമുക്ക് എത്ര സ്കോർ കിട്ടി അങ്ങനെയുള്ളതൊക്കെ അവിടെ എഴുതി കാണിക്കും. ഞങ്ങൾ പക്ഷേ കുറച്ച് കളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയി. കാരണം നല്ല രസമുണ്ടായിരുന്നത്. കാരണം പോയിന്റുകൾ കൂടാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു എൻകറേജ്മെന്റ് പോലെയായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ നമുക്ക് 20 ചാൻസ് ആണ് മൊത്തത്തിലുള്ളത്. ആ 20 ചാൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫിനിഷ് ചെയ്യണം. അപ്പം നമ്മുടെ സ്കോർ ഫൈനലൈസ് ചെയ്ത് പറയും. ശരിക്കും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 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 നല്ല ഞങ്ങളുടെ മൊത്തം മെൻ്റൽ ഹെൽത്ത് ടീം തന്നെ നമ്മളൊരു 1 അവറിലേക്ക് ആ ബൗളിംഗ് സെക്ഷൻ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ കളിക്കുകയായിരുന്നു. അപ്പം അതിനുവേണ്ടി സ്പെഷ്യൽ ഷൂ ഒക്കെ ഉണ്ട്. ആ ഷൂ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഗ്രൗണ്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് പ്രൈസൊക്കെ കിട്ടി കേട്ടോ. വളരെ ഹാപ്പി ആയിരുന്നു. അത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ആ ഒരു പിൻ ബൗളിംഗ് എന്നുള്ളത്. പക്ഷേ ഒത്തിരി നല്ലതായിരുന്നു അത്. നിങ്ങൾക്കും പറ്റുകയാണെങ്കിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. നമ്മുടെ ഹാമിൽട്ടണിൽ സ്കൈ സിറ്റിയിലാണ് ഇതുള്ളത്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഡിന്നറിന് പോവുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മൾ അതിനുശേഷം ക്രിസ്മസ് പാർട്ടിക്ക് ഡിന്നർ ഉണ്ട്. പക്ഷേ ഇത് നമ്മളൊരു റെസ്റ്റോറന്റ് ബുക്ക് ചെയ്യും. ഇവിടെ ന്യൂസിലാൻഡിൽ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് പാർട്ടിക്ക് റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഹോളൊക്കെ കിട്ടാന്ന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ കീ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ആണ് ബുക്ക് ചെയ്തത്. അവിടെ ഞങ്ങൾ എന്നിട്ട് പാർട്ടി ഹോൾ ബുക്ക് ചെയ്ത് എല്ലാവർക്കും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളുടെ മൊത്തം ടീം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും വളരെ എൻജോയബിൾ ആയിരുന്നു. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നല്ല ഫുഡൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പം നമുക്ക് തുടർന്ന് കാണാം. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോല റൊട്ടി ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചില്ല അവിടെ അങ്ങനെ ഒരു ഫുഡൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ശരിക്കും ഒരു ഇന്ത്യൻ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡിൽ ബർഗർ അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഈ പാറ്റ് തായ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണെങ്കിലും നല്ല 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 ഡെലീഷ്യസ് ആയിരുന്നു. ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങളത് എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടി നല്ലൊരു പിക്ചറൊക്കെ എടുത്തു. പിന്നെ ആ റെസ്റ്റോറൻ്റ് ആണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അത് ക്രിസ്മസിൻ്റെ. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ അവിടെ നിന്ന് ബായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വെളിയിലിറങ്ങി. അപ്പം ഞങ്ങളുടെ ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയി എന്ന് വേണം പറയാൻ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. അപ്പോൾ ഇത് ആഘോഷങ്ങളുടെ ഒരു അവസാനമല്ല, ജസ്റ്റ് ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് സെലിബ്രേഷന്റെ ഒരു തുടക്കം മാത്രം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.